മുമ്പ് പല വീഡിയോകളുടെ താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് എന്താണ് ബ്ലാക്ക് ബോക്സ് എന്നതിനെ കുറിച്ച്. വിമാനങ്ങൾ തകർന്നു വീഴുന്ന സമയത്ത് സാധാരണ കേൾക്കാറുള്ള ഒരു പേരാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയില്ല എന്നും അല്ലെങ്കിൽ കിട്ടാനുള്ള പരിശ്രമം നടത്തുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ബ്ലാക്ക് ബോക്സ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പറന്നു പോകുന്ന വിമാനത്തിന്റെ അപ്പോഴത്തെ അവസ്ഥയും പ്രവർത്തനവും റെക്കോർഡ് ചെയ്തു വയ്ക്കുന്ന ഒരു ഉപകരണമാണിത്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നീ രണ്ട് ഉപകരണങ്ങൾ അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിന്റെ വേഗം, എത്ര ഉയരത്തിലാണ് പറക്കുന്നത്, ഏതു ഭാഗത്തേക്കാണ് വിമാനം പോകുന്നത് തുടങ്ങി പല വിവരങ്ങളും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ആകട്ടെ വിമാനത്തിൽ നടക്കുന്ന എല്ലാ ശബ്ദങ്ങളും രേഖപ്പെടുത്തുന്നു. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ നിറം കറുപ്പല്ല, മറിച്ച് ഓറഞ്ച് ആണ്. വിമാനത്തിന്റെ പിൻഭാഗത്താണ് ബ്ലാക്ക് ബോക്സ് ഘടിപ്പിക്കുന്നത്. വിമാനം അതിശക്തമായി കൂട്ടിയിടിച്ചാലും പൊട്ടിത്തെറിക്കുമ്പോൾ 1093 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടാലും ബ്ലാക്ക് ബോക്സിന് ഒരു കേടുപാടും സംഭവിക്കില്ല. ഈ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ അപ്രതീക്ഷിതമായി മാഞ്ഞു പോവുകയോ കടലിൽ വീഴുമ്പോൾ നശിക്കുകയോ ചെയ്യില്ല എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിമാന അപകടം ഉണ്ടാകുമ്പോൾ ആദ്യം ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ബോക്സിന് ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഏതൊരു നാശനഷ്ടത്തെയും അല്ലെങ്കിൽ എന്തു തരത്തിലുള്ള ഒരു ആഘാതത്തെയും അതിജീവിക്കുവാൻ കഴിയും എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഏത് കാലാവസ്ഥയിലും ഇത് സുരക്ഷിതവുമായിരിക്കും. 1953 ഓസ്ട്രേലിയക്കാരനായ ഡോക്ടർ ഡേവിഡ് വാറനാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്. അക്കാലത്ത് ബ്രിട്ടീഷ് കോമറ്റ് ജെറ്റ് എയർലൈൻസിന്റെ വിമാനങ്ങൾ തുടർച്ചയായിട്ട് തകർന്നുകൊണ്ടിരുന്നു. ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘത്തിൽ ഡേവിഡ് വാറനും അംഗമായിരുന്നു. വിമാനത്തിന്റെ കോക്പിറ്റിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്യുവാൻ ഒരു ഉപകരണം ഉണ്ടാക്കിയാൽ വിമാനം തകരുന്നതിന്റെ കാരണം കണ്ടെത്താമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിനായി കാന്തശക്തി ഉപയോഗിച്ചുള്ള റെക്കോർഡിംഗ് രീതിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. 1934 തന്നെ ജർമ്മൻകാരനായ സെമി ജോസഫ് ബിഗൻ മാഗ്നറ്റിക് റെക്കോർഡിംഗ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ആസ്ബെറ്റോസ് കൊണ്ടുണ്ടാക്കിയ തീയിൽ നശിക്കാത്ത ഒരു പെട്ടിക്കുള്ളിൽ അദ്ദേഹം 2 റെക്കോർഡുകളും ഘടിപ്പിച്ചു. ഈ റെക്കോർഡുകളും വിമാനത്തിന്റെ പിൻഭാഗത്ത് തന്നെയാണ് ഘടിപ്പിച്ചത്. വിമാനം തകർന്നു വീണാൽ സംഭവ സ്ഥലത്ത് നിന്നും ഉരുണ്ടുപോകാൻ വേണ്ടി ഗോളാകൃതിയിലുള്ള ബ്ലാക്ക് ബോക്സ് ആയിരുന്നു വാറൻ ഉണ്ടാക്കിയിരുന്നത്. എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാനായി ഓറഞ്ച് നിറവും ഉപയോഗിച്ചു. ഇന്നത്തെ ബ്ലാക്ക് ബോക്സും ഓറഞ്ച് നിറത്തിലുള്ളതാണെങ്കിലും അവ ചതുരാകൃതിയിലുള്ളതാണ്. പലതവണ നടത്തിയ പരീക്ഷണങ്ങൾക്ക് ശേഷം 1957 ബ്രിട്ടനിലും അമേരിക്കയിലും ബ്ലാക്ക് ബോക്സിന്റെ ഉൽപാദനം ആരംഭിച്ചു. എല്ലാ വിമാനങ്ങളിലും ബ്ലാക്ക് ബോക്സ് ഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ആദ്യ രാജ്യവും ഓസ്ട്രേലിയ തന്നെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ബ്ലാക്ക് ബോക്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഡേവിഡ് വാറൻ. എന്തായാലും അദ്ദേഹത്തിന് മുമ്പ് ഇതിനെക്കുറിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പരിധിവരെ വിജയിച്ച വ്യക്തികളും ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണതോതിൽ അവർക്കൊന്നും തന്നെ ഈ ഇന്നത്തെ രൂപത്തിലുള്ള ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവരെ ആരെയും തുടക്കത്തിൽ പരാമർശിക്കാതിരുന്നത്. എങ്കിലും അവരുടെ പേര് പറയാതെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഫ്രാൻകോയിസ് സൂസിനോട്ടും അതുപോലെ പോൾ ബുക്കോയിനും ചേർന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിംഗിന്റെ ഒരു ആദ്യ രൂപം 1939 പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ആധുനിക ബ്ലാക്ക് ബോക്സ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് 1953 ഈ ഡേവിഡ് വാറൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാത്രം നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ചത്. ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അതുകൂടി ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.